ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹാളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന മൊത്തം എത്നിക് വെയർ കളക്ഷൻസ്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ആമസോണിൽ 12-ാം തീയതി തൊട്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും പ്രൈം ഡേ സെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രാം തീയതി വരെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എത്രാം തീയതി വരെയുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഒരുവിധം നല്ല നല്ല ബ്രാൻഡ്സ് നല്ല റേറ്റ് കുറവിന് കൊടുക്കുന്നുണ്ട്. ഇതൊരു ബിഗ് ഡേ സെയിൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. എന്തായാലും പ്രൈം ഡേ സെയിൽ ജൂലൈ 12-ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ഇപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടപ്പോഴുള്ള ഒരു സന്തോഷമാണ് കേട്ടോ ഈ പ്രകടിപ്പിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റ് ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെയാണ്. ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ നോർമലി ഞാൻ ആമസോണിൽ പിക്ക് ചെയ്യുമ്പോൾ ലക്കാണ്. ചിലപ്പോൾ നല്ലത് കിട്ടും, ചിലപ്പോൾ പൊട്ട കിട്ടും, ചിലപ്പോൾ മെറ്റീരിയൽ വ്യത്യാസം, സൈസ് വൈസ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ മെറ്റീരിയൽ വൈസ് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച മെറ്റീരിയൽ ആവില്ല കിട്ടാറ്. പക്ഷേ ഇപ്പോൾ ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ ഞാൻ ഈ ഒരു 3 പീസ് പിക്ക് ചെയ്തപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച മെറ്റീരിയലേക്കാളും മുകളിലേക്ക് കടന്നു പോകാമെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം കേട്ടോ. എന്തായാലും കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഇനി നമ്മുടെ ടോപ്പ് വെച്ച് തുടങ്ങാം. യോക്കിൽ വരുന്നത് വീനക്ക് ചെറുതായിട്ട് ഒരു കട്ട് പോലെ ഡീറ്റെയിലിങ്, എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിങ് വരുന്നുണ്ട്. ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു എ ലൈൻ സ്റ്റൈലിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ 3/4 ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരു ബലൂൺ ടൈപ്പാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ക്രോസിയ ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ ഒരു ബലൂൺ ടൈപ്പായിട്ട്, പിന്നെ അതിലും ഈ ചെറിയ ചെറിയ ബൂട്ട വർക്ക് വരും. ഈ കാണുന്നതൊക്കെ പ്രിൻ്റാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇവിടെ കാണുന്നതൊക്കെ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പാൻറ്റിൻ്റെ 2 സൈഡിൽ, ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. എ ലൈനാണ്. പോക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും വിത്ത് ദുപ്പട്ടയാണ് ഇത് വരുന്നത്. ദുപ്പട്ടയും കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെ. ഓവറോൾ ഇത് കാണുന്നത് ഫുൾ എംബ്രോയ്ഡറി. ഈ സൈഡിൽ കാണുന്നത് കേട്ടോ, സൈഡിൽ കാണുന്നത് എംബ്രോയ്ഡറി ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ബാക്ക് സൈഡ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പ്രിൻ്റാണ്. ഇത് ഓവറോൾ കാണുകയാണെങ്കിൽ പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ ദുപ്പട്ട കാണുന്നത് മൊത്തം കോട്ടൻ്റെ പ്രിൻറ്റ് വർക്കാണ് വരുന്നത്. പക്ഷേ യോക്ക് നമുക്ക് എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതിനും റേറ്റ് അധികമൊന്നും ആയിട്ടില്ല. 3 പീസാണ്. ഗോസ്രിക്ക് ബ്രാൻഡ് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് കിട്ടാറ്. റേറ്റ് അങ്ങനെ കൂടുതലൊന്നും. പിന്നെ പോരാത്തിന് ഇപ്പോൾ സെയിൽ ആയതുകൊണ്ട് ഇനിയും റേറ്റ് കുറവ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. ഇതും ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ്, അതിലൊരു വൈറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ട. ഇനി ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് നോക്കണേക്കാൾ മുന്നേ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഒന്ന് നോക്കിയാലോ. ടോപ്പ് വരുന്നത് വിസ്കോസ് റയോൺ മെറ്റീരിയൽ, ഒരു അനാർക്കലി സ്റ്റൈലിൽ. നടുക്കിൽ യോക്കിൻ്റെ ഭാഗത്ത് ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പൊട്ട്ലി ബട്ടനൊക്കെ ഇല്ലേ, ആ ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്ലീറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്ലയർ, എ ലൈൻ ടൈപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്യാവശ്യം ഫ്ലയറും ഉണ്ട് നന്നായിട്ട്, വലിയ കുഴപ്പമില്ല. എന്നാൽ എ ലൈൻ ആണോ ചോദിച്ചാൽ അതും അല്ല, അനാർക്കലി ആണോ ചോദിച്ചാൽ അതും അല്ല, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ്. ഇനി 3/4 ആണ് സ്ലീവ് വരുന്നത്. ഓവറോൾ ഈ ഒരു ബ്രൈറ്റ് ഷെയ്ഡിൽ ചെറിയ 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 സെറോസ്കി ഡയമണ്ടിൻ്റെ സ്റ്റോൺ വർക്ക് കാണുന്നുണ്ട്. ഇത് കയ്യിൽ കിട്ടിയപ്പോഴും പിക്ചറിൽ കണ്ടപ്പോഴും രണ്ടും വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തത്. കാരണം പിക്ചറിൽ എന്ന് പറയുമ്പോൾ ഈ സെറോസ്കി ഡയമണ്ട്സ്, ഈ ഡയമണ്ട്സ് ഒക്കെ കുറച്ചിങ്ങനെ അകലെയായിട്ട്, പക്ഷേ എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര അടുപ്പിച്ചായിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയത്. എന്തായാലും കിട്ടിയതും ഹാപ്പിയാണ്. വിസ്കോസ് റയോൺ മെറ്റീരിയലാണ്. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. പാൻറ്റ് സെയിം മെറ്റീരിയൽ തന്നെ. പാൻറ്റിൽ ഡയമണ്ട് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള ദുപ്പട്ട നല്ല പ്രിറ്റി ആയിട്ടുള്ള വലിയ പ്രിൻറ്റിൽ, വൈറ്റിൽ ഇങ്ങനെ വലിയ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. ഗോസ്രിക്ക് ബ്രാൻഡിന് എന്താ ഈ പ്രാവശ്യം മേടിച്ചപ്പോൾ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സെയിൽ ആയതുകൊണ്ടാണോ എന്താ സംഭവം എന്ന് അറിയില്ല. എന്തായാലും നല്ല സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 799 ഞാൻ മേടിച്ചത്. ഇപ്പോൾ സെയിലുള്ള സമയത്ത് എത്ര റേറ്റ് എന്നുള്ളത് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാനായിട്ട് വീഡിയോൻ്റെ താഴെ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് ലിങ്കും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാത്തിൻ്റെയും ലിങ്ക് കിട്ടും. അല്ലാണ്ട് സെപ്പറേറ്റ് ലിങ്കും കൂടി കൊടുത്ത് ഏതിൽ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് പോണത് ആമസോൺ സൈറ്റിലേക്ക്. അപ്പോൾ അടുത്ത കളക്ഷൻ നോക്കിയാലോ. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു 2 പീസ് കുർത്തി സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. വീനെക്ക് ഇപ്പോഴത്തെ ട്രെൻഡ്. അതിലും എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ്, ഫുൾ സീക്വൻസ് വർക്കിൻ്റെ, ഫുള്ളല്ല ചെറുതായിട്ടൊരു സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. നേവി ബ്ലൂ ഷെയ്ഡ്, ഈ ഷെയ്ഡൊക്കെ എല്ലാവർക്കും ചേരും. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ സ്ലീവ് തന്നെയാണ്. സ്ലീവ് 3/4 ആണ്. ഈ കാണുന്നത് ഫുൾ ഓവറോൾ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. സാധാരണ എംബ്രോയ്ഡറി എന്ന് പറയുമ്പോൾ സാധാരണ ഇത്ര കുറച്ച് അല്ലെങ്കിൽ ഇത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ഓവറോൾ പകുതിയേക്കാളും മുക്കാലും എനിക്ക് തോന്നുന്നത്
ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ലുക്ക് വൈസ് അടിപൊളിയാണ്. സ്ലീവാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ ഓവറോൾ ഇത് പ്ലെയിൻ ആണ്. വിസ്കോസ് റയോൺ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇതിന് കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ്, വൺ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. ഇതിൽ കളർ ചേഞ്ച് ഇല്ല. എന്നാൽ റേറ്റ് എന്ന് പറയാനായിട്ട് 949 ഞാൻ മേടിച്ചത്. എക്സാക്ട് റേറ്റ് അറിയണമെങ്കിൽ ഇപ്പോൾ ആമസോൺ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. സെയിൽ നടക്കണതായതുകൊണ്ട് തന്നെ റേറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആയി. പിന്നെ ഓൺലൈൻ സൈറ്റ് ആണല്ലോ, എപ്പോൾ നോക്കിയാലും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഏത് റേറ്റിനാണ് മേടിച്ചതെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇതൊരു ഹൈലി റെക്കമെൻഡ് പീസാണ്. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഗോസറിക്ക് ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ്. കളർ വൈസ് ആണ് കണ്ടപ്പോൾ തന്നെ അപ്പോൾ തന്നെ പിക്ക് ചെയ്തു. ഈ കളർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക കളറല്ലേ, പർപ്പിൾ കളർ, ലെവൻഡർ കളർ, ലെവൻഡർ പറയാൻ പറ്റില്ല, എന്തോ ഒരു കളർ. എന്തായാലും കളർ വൈസ് എനിക്ക് ഇഷ്ടമായി. ഇത് 3 പീസിൻ്റെ ഒരു സെറ്റാണ്. സ്ട്രെയിറ്റ് കുർത്തിയാണ് ടോപ്പ് വരുന്നത്. യോക്കിൽ എംബ്രോയ്ഡറിയുടെ ഡിസൈൻ, 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. പിന്നെ ഇതിന് കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് സെയിം മെറ്റീരിയൽ തന്നെയാണ്. അപ്പം മെറ്റീരിയൽ ഏതാണ്? റയോണിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഓവറോൾ ചെറിയ ചെറിയ ബൂട്ട വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ പാൻറ്റിൽ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ, വൺ സൈഡ് ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ ചെറിയ ചെറിയ സീക്വൻസ് വർക്ക്, എംബ്രോയ്ഡറി വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഗോട്ടാപട്ടിയുടെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദുപ്പട്ട വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ്. ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഗോസറിക്ക് ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ്. ഇത് ആക്ച്വലി ഒരു കംഫർട്ട് സോൺ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി പിക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ്. റയോൺ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് റയോൺ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. ഇതിൽ വേറെ പ്രിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. ഒരു ഒറ്റ ഷെയ്ഡ്, സോളിഡ് ഷെയ്ഡ്, വേറെ പ്രിൻറ്റോ ഡിസൈൻസോ ഒന്നും ഇല്ല. നല്ല കംഫർട്ടബിൾ, നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ. ഇനി ഇതിൻ്റെ ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അനാർക്കലി സ്റ്റൈല്. ഇതിൽ ഫ്ലീറ്റ് വന്നിട്ടുണ്ട്. പ്ലീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ടമ്മി ഉള്ളവർക്ക് തന്നെ ഹൈഡായി പോകും. എനിക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ, അപ്പോൾ അത് ഹൈഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ദോഷം എന്നൊന്നും പറയില്ല, ഇന്നത്തെ കാലത്തൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആക്ച്വലി ഇത് വീനൊക്കെ കുറച്ച് ഡീപ്പാണ്. ഞാൻ അങ്ങനെ വേണ്ട, നമുക്ക് ഡീപ്പ് വേണ്ടെന്ന് വെച്ചാൽ ഒരു മാജിക് കമ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അതും ഹൈഡായി പോകും. പക്ഷേ ഇതൊരു കംഫർട്ടബിൾ സോൺ ആഗ്രഹിക്കുന്ന ഡെഫിനറ്റ്ലി ഹൈലി റെക്കമെൻഡ് പീസ് എന്ന് പറഞ്ഞില്ല ആ ഒരു സംഭവമാണ്. പാൻറ്റ് ആണെങ്കിലോ പാൻറ്റൊന്നും പറയാൻ പറ്റില്ല, പലാസോ ആണ്, കുറച്ച് ലൂസ് ആൻഡ് കംഫർട്ടബിൾ ഫിറ്റിങ്ങിലാണ്. ഇതിലൊരു ഒറ്റ ഷെയ്ഡുള്ളൂ കേട്ടോ. ഗോസറിക്ക് ബ്രാൻഡിൻ്റെ ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഈ പ്രാവശ്യത്തെ ഹോളിൽ കാണിച്ച എല്ലാ കുർത്തീസ് എല്ലാം എന്ന് വെച്ചാൽ ഇതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഒന്നും മാറ്റി വെക്കാനില്ല. ക്വാളിറ്റി ആയാലും അതിൻ്റെ സൈസ് വൈസ് ആയാലും റേറ്റ് വൈസ് ആയാലും എല്ലാം കൊണ്ടും അഫോർഡബിളാണ്. അപ്പോൾ സെയിലുള്ള സമയം നോക്കിയിട്ട് മേടിക്കുക. ഇപ്പം ഈ മന്തിൻ്റെ സെയിൽ ഇപ്പോൾ ഈ പ്രൈം ഡേ സെയിലാണ് നടക്കുന്നത്, ജൂലൈ 12-ന്. ഇനിയിപ്പോൾ അടുത്ത മാസത്തേക്ക് വേറെ സെയിലായിരിക്കും. അപ്പോൾ ഈ മാസത്തെ സെയിൽ ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മാസത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഉടനടി വേഗം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ വേഗം പിക്ക് ചെയ്തോട്ടോ. അപ്പോൾ പ്രൈം ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹാപ്പി ഷോപ്പിംഗ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.